ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ LDC 2027, അതായത് നമുക്ക് എല്ലാവരും തന്നെ ഇപ്പോൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. അറിയാത്തവർക്കായിട്ട് പറയുകയാണ്, നമുക്ക് ഈ വർഷം ലാസ്റ്റോടുകൂടി LDC 2027 നോട്ടിഫിക്കേഷൻ വരും. അടുത്ത വർഷം LDC എക്സാം ഉണ്ടാകും. അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചു നമ്മുടെ ബെക്കോയുടെയും അല്ലെങ്കിൽ പ്രിലിംസ് എങ്കിലും കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഇടാ എന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നെ എനിക്ക് തോന്നി വേണ്ട, ഇപ്പൊ ഇരിക്കട്ടെ. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40 വയസ്സൊക്കെ ചിലപ്പോൾ ഒരു സെക്കൻഡ് ചാൻസ് പോലെ പേജ് ഓവറായി, അപ്പം എഴുതാൻ പറ്റാതെ വന്നവർക്ക് ഇനി ഒരവസരം, ഈ ഒരൊറ്റ അവസരമേ അവർക്കുള്ളൂ. കാരണം ഏജോ PSC കഴിഞ്ഞ ഇടയ്ക്ക് കൂട്ടിയത് എല്ലാവർക്കും ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു, അത് അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം അത് വെച്ചിട്ട് എല്ലാവരും അറിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ ആണെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം പോലും കളയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് വേറൊരു ചാൻസ് ഇല്ല. ഈ ചാൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത ചാൻസിൽ നോക്കാമെന്ന് പറയാൻ, അല്ലെങ്കിൽ അടുത്ത എക്സാമിന് നോക്കാമെന്ന് പറയാൻ നിങ്ങൾക്കിടെ ചാൻസ് ഇല്ല. നിങ്ങൾ ഏജ് ഓവർ വീണ്ടും ആവും. നിങ്ങൾക്ക് ഒരു ലക്കിന് അല്ലെങ്കിൽ ഒരു ഭാഗ്യത്തിന്, നിങ്ങളുടെ ഒരു ലക്കിന് ഭാഗ്യത്തിന് അല്ലെങ്കിൽ ഒരു ദൈവവിധി പോലെ നിങ്ങൾക്ക് കിട്ടിയ ഒരു ലാസ്റ്റ് ചാൻസ്, ഓൾറെഡി ഒരു ലാസ്റ്റ് ചാൻസ് വന്നത് നിങ്ങൾക്ക് എന്തോ നിങ്ങളുടെ കാലക്കേട് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയത്നമില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ പ്രയത്നിച്ചിട്ട് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ നിങ്ങൾക്കത് എഴുതാൻ പറ്റാതെ വരുമോ, എഴുതിയിട്ട് അതിന്റെ റിസൾട്ട് കിട്ടാതെ വരുമോ, എന്തെങ്കിലും ചെയ്തിരിക്കാം. അങ്ങനെയുള്ളവർക്ക് ഒരു ലാസ്റ്റ് ചാൻസ് ആണ് ഈ എക്സാം. അപ്പോൾ ആ LDC ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ, അതാണ് നിങ്ങളുടെ ഫൈനൽ ചാൻസ് എങ്കിൽ, നിങ്ങൾ LGSോ ഈ ബെക്കോ LDSോ ഒന്നും അല്ല നോക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ 10th ലെവൽ മീൻസ് അല്ലെങ്കിൽ ഇനി വരുന്ന എക്സാംസ് ഒക്കെ നിങ്ങൾക്കൊരു ബൂസ്റ്റപ്പ് ആണ്. കാരണം നിങ്ങൾ നന്നായി വർക്ക് ചെയ്തിട്ട് ആ ലിസ്റ്റിലോ അല്ലെങ്കിൽ ഒരു ചെറിയ മാർക്കിനോ ഒക്കെയാണ് അത് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവല് നിങ്ങൾക്ക് കൂടും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും LDCയിൽ കയറാൻ പറ്റും, അല്ലേ? ഇനി അല്ല, നിങ്ങൾ അതിന്റെ തന്നെ ലിസ്റ്റിൽ കയറിയെങ്കിലോ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി ഇച്ചിരി നേരത്തെ കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നേരത്തെ ഇടുന്നത്. പിന്നെ ഞാൻ പറയാം, ഞാൻ ഈ 4 മാസം ആയുള്ളൂ ഞാനിത്, എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ഒന്നുമല്ല. അപ്പോൾ എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ സമയം കണ്ടെത്തി തന്നെയാണ് ഇടുന്നത്. അതിന്റെ ഇടയ്ക്ക് എനിക്ക് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള എൻ്റെ പോർഷൻസ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്. ആ പോർഷൻസും എനിക്ക് കവർ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കൂടി, അതിൻ്റെ കൂടെ എനിക്കൊരു കുഞ്ഞു കുട്ടിയുണ്ട്. അവൾ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതൊരു എക്സ്ക്യൂസ് ഒന്നുമല്ല, എന്നാലും ഞാൻ പറയും അവൾ ഉറങ്ങുന്ന സമയത്ത്. അപ്പം ഞാൻ ചിലപ്പോ അവൾ എഴുന്നേക്കാതിരിക്കാൻ ചിലപ്പോൾ പയ്യായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അന്നേരം എനിക്ക് മൈക്ക് ഉണ്ടായിരുന്നില്ല. മൈക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നത് മേടിച്ചായിരുന്നു, പക്ഷെ അത് കുറച്ച് ദിവസം യൂസ് ചെയ്തപ്പോഴത്തേനും അത് പോയി. അത് പുതിയ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ട് വരാൻ എനിക്ക് കുറച്ച് സമയം എടുത്തു. അതുകൊണ്ടാണ് എൻ്റെ ചില വീഡിയോസിന് സൗണ്ട് കുറവുള്ളത്. അപ്പം ഞാൻ ഇപ്പൊ ചെയ്യുന്ന വീഡിയോസിനൊക്കെ സൗണ്ട് ഉണ്ടോ, നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യാവോ? കേൾക്കുന്നവരെ എനിക്ക് അറിയത്തില്ലാത്തത് കൊണ്ടാണ്. അപ്പോ ചില വീഡിയോസിന് എനിക്ക് എൻ്റെ ഫോണിന് ഇച്ചിരി സൗണ്ട് ഉള്ളതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ചിലതിന് എനിക്ക് സൗണ്ട് തോന്നുന്നവര് പറയുന്നത് സംസാരിക്കുന്ന പോലെ, പയ്യെ സംസാരിക്കുന്ന പോലെ തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയല്ല, നിങ്ങൾക്ക് ക്ലിയർ അല്ല, സൗണ്ട് കുറവാണെങ്കിലും കൂടുതൽ നന്നായി കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അതൊന്ന് കമന്റ് ചെയ്ത് പറയാമോ? പിന്നെ എന്നോട് ഒരാൾ ചോദിച്ചായിരുന്നു, ഫോക്കസിന്റെ ഒരു കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്ത് തരാവോ, പഠിക്കേണ്ട എങ്ങനെയാ, ഒരു ദിവസം ഒരു 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചെയ്തു തരാവോ എന്ന്. ഞാനത് 10 വെച്ച് നോക്കാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇതുവരെ എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ചെയ്യാം കേട്ടോ. എനിക്കൊരു ചെയ്ത് തുടങ്ങിയാൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. എനിക്കിപ്പം കുറച്ച് തിരക്കും എൻ്റെ ഒരു ഫാമിലിയിൽ ഒരു മരണമൊക്കെ വന്നതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റാത്തത്. അപ്പം
ഞാൻ അതും ചെയ്യാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ മൈനസുകൾ ഉണ്ടെങ്കിൽ പറയുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതിന് ഭയങ്കര സൗണ്ട് കുറവാ എന്ന് പറഞ്ഞ് ഒരാൾ ഭയങ്കരമായിട്ട് എന്നെ വഴക്ക് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം അത് സൗണ്ട് കേൾക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിന് നമ്മള് ചെയ്തിട്ടില്ല. പക്ഷെ വേറെ ഒരാൾ പറയുന്നുണ്ടായിരുന്നു ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു എന്ന്. പറ്റി എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. ഇനിയും അത് ഒന്നോടെ ചെയ്തിടാം എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ LDC 2027 ക്രാക്ക് ചെയ്യാൻ എന്തൊക്കെ നമ്മൾ ഇനി പരിശ്രമിച്ചാൽ സമയമുണ്ടെന്നും പറഞ്ഞ് ഒരു മിനിറ്റ് പോലും നിങ്ങൾ കളയാൻ തയ്യാറാകരുത്. കളഞ്ഞാൽ നിങ്ങൾക്ക് LDCയും കിട്ടും. ആ LDC ചിലവർക്ക് ലാസ്റ്റ് ചാൻസ് ആയിരിക്കാം, ചിലവർക്ക് അതൊരു ഫസ്റ്റ് ചാൻസ് ആയിരിക്കാം, ചിലവർക്ക് അങ്ങനെയല്ല, ഒന്നുമല്ല. പക്ഷെ നമ്മളൊരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ടാണല്ലോ പഠിക്കുന്നത്. അതിപ്പോ എത്രയും പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ. അല്ലാതെ നാളെ നീളം നീട്ടിക്കൊണ്ട് പോകാനല്ലല്ലോ നമ്മളീ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ഗവൺമെന്റ് ജോലി വേണം. അതിന് വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ഒരു ആവശ്യമായതുകൊണ്ടാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മെനക്കെടുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു സ്ഥിര വരുമാനം വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെനക്കെടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വർക്ക് ചെയ്യണം. അപ്പൊ ഇന്ന് ഒരു നിമിഷം പോലും നമ്മൾ കളയരുത്. അപ്പോ ആദ്യം LDC 2027 നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നവംബർ ഡിസംബർ സമയത്തായിരിക്കും അല്ലെ. അപ്പോൾ നവംബർ ഡിസംബറിലേക്കൊക്കെ ആയിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് പറയുന്നത്. നോട്ടിഫിക്കേഷൻ വരാനൊന്നും നോക്കിയിരിക്കണ്ട. അതിൽ നിങ്ങൾക്ക് കയറണമെന്ന് വിചാരിച്ച് പഠിച്ചു തുടങ്ങുക. അപ്പൊ PSC ഏജ് കൂട്ടിയിട്ടുണ്ട്. 40 വയസ്സ് വരുന്നവർക്ക് ഇത് ലാസ്റ്റ് ചാൻസ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി ഇതിലൊന്നും പെടാത്തവരുണ്ട്. ഒരു 18 വയസ്സിൽ ജസ്റ്റ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഇതുവരെ PSC രജിസ്റ്റർ ചെയ്യാതെ പെട്ടെന്ന് PSC രജിസ്റ്റർ ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാര് ഇത് കേരള PSCയുടെ സൈറ്റ് വഴിയാണ് ഇത് അപേക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടില്ലാത്തവര്, നിങ്ങൾ PSCയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ PSC ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതുവരെ LGS, ബെക്കോ, LDC, VF അതിന്റെയൊക്കെ ഡേറ്റ് കഴിഞ്ഞു പോയി. അപ്പൊ ഇനി 18 വയസ്സായവർ, അത് കഴിഞ്ഞ് 18 വയസ്സായവരുണ്ടാകാം, അതിന് മുന്നേ 18 വയസ്സായി എന്നാലും PSCയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, എന്നാൽ ഇനി ഒരു ഗവൺമെന്റ് ജോലി നേടാം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാമെന്ന് കരുതി പഠിക്കുന്നവരുണ്ടാവും, നോക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഒരു PSCയുടെ കേരള PSCയിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ കേരള PSCയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ന്യൂ കമർ ആണെങ്കിൽ എന്നാ ചെയ്യണ്ടേ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിടാം. അപ്പൊ കേരള PSCയിൽ രജിസ്റ്റർ ചെയ്തിടാൻ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. നിങ്ങൾ എന്നാലും ഞാൻ അത് തന്നെ ഒരു വീഡിയോ ഇടുന്നുണ്ട്. എന്നാലും ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറയാം. നിങ്ങൾ ഒരു ഫോട്ടോ എടുക്കുക. ഫോട്ടോയുടെ താഴെ ഡേറ്റ് ഉണ്ടായിരിക്കണം. നിങ്ങൾ എടുക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, നിങ്ങൾ ഏത് ദിവസമാണ് ആ ഫോട്ടോ എടുക്കുന്നത്, അതിന് രജിസ്റ്റർ ചെയ്യുന്ന ആ ദിവസത്തിന്റെ ഫോട്ടോയിൽ താഴെ ഉണ്ടായിരിക്കണം. പിന്നെ ഒരു CD അത് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ മാർക്ക് ചെയ്ത്, നിങ്ങളിപ്പോൾ ലാപ്പ് വഴിയാ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരു സൈൻ ചെയ്തിട്ട് അത് നന്നായിട്ട് കോപ്പി ചെയ്ത് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു CD അത് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊരു സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ ഒരു അക്ഷയയിലോ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കുക. അവരത് കറക്റ്റായിട്ട് ചെയ്തു തരും. അല്ല സ്വന്തമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ഞാൻ പറയാം, ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ അങ്ങനെ അത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തിട്ട് ഇനി വരുന്ന നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാ, LDCക്ക് മുന്നേ വേറെ ഏതെങ്കിലുമൊക്കെ വേക്കൻസീസ് വരുന്നുണ്ടോ എന്ന് നിലവിൽ എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ അങ്ങനെയുള്ള വരുന്നതിനെല്ലാം അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങൾക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾ എഴുതുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. ചിലപ്പോൾ LD ആയിരിക്കില്ല നിങ്ങളുടെ തലയിൽ വച്ചിരിക്കുന്നത്, അതിനും നല്ലതോ എന്തെങ്കിലും ഒരു പോസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ യോഗം ഒരുക്കുക. അപ്പൊ നമ്മൾ പ്രയത്നിക്കുക, നന്നായിട്ട് കഷ്ടപ്പെടുക. കഷ്ടപ്പെട്ടാൽ നമുക്ക് ഉറപ്പായിട്ടും പരീക്ഷ ഹോളിലും സമ്മർദ്ദമില്ലാതെ എഴുതാൻ പറ്റിയാൽ നമുക്ക് ഉറപ്പായും റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും. അപ്പൊ നിങ്ങൾ കഷ്ടപ്പെടാൻ റെഡിയാണോ? പ്രയത്നിക്കാൻ റെഡിയാണോ? ഇതെന്നെ കൊണ്ട് നേടാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ റെഡിയാണോ? അങ്ങനെ റെഡി ആണെങ്കിൽ യു വിൽ പാസ് ദിസ്. നിങ്ങൾക്കിത് നേടിയെടുക്കാൻ പറ്റും. യു വിൽ പാസ് ദിസ്. അപ്പൊ കഷ്ടപ്പെടാൻ റെഡിയാവുക, പ്രയത്നിക്കാൻ റെഡിയാവുക. എന്നും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കലല്ല നമ്മുടെ ഉദ്ദേശം. ഇനി വരുന്ന ഏറ്റവും അടുത്ത് വരുന്ന PSC അല്ലെങ്കിൽ ഈ LDCയിലെ ആദ്യത്തെ 100 എങ്ങനെ റാങ്ക് ലിസ്റ്റിൽ കയറാം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. LDC 2027 വരുന്നതിൽ ആദ്യത്തെ 100 ഞാൻ കയറും.
അതിലെനിക്ക് ജോലി വേണം, അല്ലെങ്കിൽ 1050 അല്ലെങ്കിൽ ആദ്യത്തെ 5 ഞാൻ വരും വരും, എനിക്ക് ജോലി കിട്ടും, ഞാൻ ജോലി നേടും. അതാണ് നിങ്ങളുടെ ലക്ഷ്യം. അല്ലാതെ ആ ആ ഈ ചാൻസ് പോയാൽ അടുത്ത ചാൻസ്, അല്ലെങ്കിൽ അടുത്ത ചാൻസ്, അങ്ങനെ കരുതിയിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. ഇപ്പൊ ഫ്രഷറായിട്ട് കയറുന്ന ആൾക്കാരാണെങ്കിൽ, ആദ്യമായിട്ട് വരുന്ന ഒരു എക്സാമാണ് LDC 2027 എങ്കിൽ, നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫസ്റ്റ് ആയിട്ട് ഒരു ജോലി കിട്ടുന്നത് നിങ്ങളൊന്ന് സ്വപ്നം കണ്ടു നോക്കി. അതൊരു അത് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ലൈഫ് പിന്നെ സെറ്റിലാണ്. ഒന്നും നിങ്ങൾക്ക് നോക്കാനില്ല. ഇനിയിപ്പോ LDC 2027 ലിസ്റ്റിൽ കയറിയിട്ട് നിങ്ങൾ അത്യാവശ്യം +2 10 ഒക്കെ കഴിഞ്ഞ ആൾക്കാരാണെന്ന് വിചാരിച്ചു. നിങ്ങൾ നന്നായി വർക്ക് ചെയ്ത് ഈ വെക്കേഷൻ ടൈമും അല്ലെങ്കിൽ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരു സമയമൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ LDC റാങ്ക് ലിസ്റ്റിൽ വന്നാൽ നിങ്ങളുടെ പഠിത്തം കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ജോലിക്ക് കയറാം. അങ്ങനെയും ഉണ്ട് ഗുണങ്ങൾ. അല്ല ഇനിയിപ്പോ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞ്, ഗേൾസ് ആണെങ്കിൽ ജോലി കിട്ടിക്കഴിഞ്ഞ് എനിക്ക് സ്വന്തമായിട്ടൊരു ഏണിങ്സ് ഉണ്ടായിട്ട് വേണം എനിക്ക് കല്യാണം കഴിക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ സോളോ ട്രിപ്പ് പോകാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അങ്ങനെ നമുക്ക് നമ്മുടേതായ ഇൻകം ഉണ്ടെങ്കിലേ നമ്മുടെ ഇഷ്ടത്തിന് ചെലവാക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ. എങ്കിലും എനിക്ക് തോന്നാറുണ്ട് എനിക്കൊരു ഏണിങ്സ് വേണം. ഏണിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പാർട്ട്ണറിനോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലോ ഒക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ സഹായിക്കാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് റിഗ്രറ്റ് തോന്നാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അങ്ങനെ റിഗ്രറ്റ് തോന്നുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ഏണിങ്സിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അല്ലാതെ എൻ്റെ വീട്ടിൽ നിന്നോ എൻ്റെ ഹസ്ബൻഡോ നിലവിൽ ഇതുവരെ എനിക്ക് അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളവരുണ്ട്, എന്നാലും എനിക്ക് തോന്നാറുണ്ട് ആൾക്ക് ഇച്ചിരി പൈസക്ക് ഇച്ചിരി ടൈറ്റോ അല്ലെങ്കിൽ പൈസക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ അസുഖങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ, അയ്യോ എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് എൻ്റെതായ ഒരു ഇത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. അല്ലാതെ ഒരു ജോലി ആവശ്യമാണെന്ന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഉച്ചവടി കേൾക്കേണ്ട, വീട്ടിൽ നിന്ന് പഞ്ചപുച്ചവടി കേൾക്കേണ്ട വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല പല രീതിയിൽ പല പല കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഒരു ഏണിങ്സ് ആണ്. നമ്മൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം LDC 2027 ആദ്യത്തെ 100 അല്ലെങ്കിൽ ആദ്യത്തെ 50 അല്ലെങ്കിൽ അതിന്റെ റാങ്ക് ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ ആദ്യത്തെ 5th വരും, 10ൽ വരും, അങ്ങനെയൊക്കെ വിചാരിച്ച് പഠിക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കണം, അതുപോലെ കഷ്ടപ്പെടാനും. അപ്പം ഇത്രയും ഞാൻ പറഞ്ഞത് തന്നെയാണ്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നിങ്ങൾ ദൃഢനിശ്ചയം എടുക്കണം. 2027 LDC 2027 റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 100ലോ ആദ്യത്തെ 50ലോ ഒക്കെ ഞാൻ വരുമെന്ന് നിങ്ങൾ ദൃഢനിശ്ചയം എടുക്കണം. ഞാൻ കഷ്ടപ്പെടും, ഞാൻ റെഡിയാണ്, ഞാൻ ഇതിലേക്ക് ഇറങ്ങാൻ, നിങ്ങൾ ആ ഒരു ഇതിലേക്ക് ഇറങ്ങാൻ നിങ്ങൾ റെഡിയാണ്. നമ്മൾ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുറകോട്ടില്ല. അപ്പോൾ ദൃഢനിശ്ചയം എടുത്ത് അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്ഥിരത ഉണ്ടായിരിക്കണം. ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പഠിച്ചു തീരുന്ന സംഭവമൊന്നും അല്ല. നന്നായി വർക്ക് ചെയ്യണം, നന്നായി പഠിക്കണം. എത്രത്തോളം സബ്ജക്റ്റ് ഉണ്ടെന്നറിയാവോ? ഒരു 22ഓളം സബ്ജക്ട്സ് ഉണ്ട് നമുക്ക് കവർ ചെയ്യാൻ PSCയിൽ. സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പൊളിറ്റിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്സ്, അങ്ങനെ പലത്, കേരള ഭൂമിശാസ്ത്രം, ലോക ഭൂമിശാസ്ത്രം, ഇന്ത്യൻ ഭൂമിശാസ്ത്രം, അങ്ങനെ ഒരു 22ഓളം സബ്ജക്ട്സിൽ കൂടിയിട്ട് ഒരുപാട് GK പോർഷൻസ് ഉണ്ട്. ഇതൊന്നും പേടിപ്പിക്കാൻ പറയുന്നതല്ല കേട്ടോ. അങ്ങനെ ഒരു ഇതുണ്ട്. അത് നമ്മൾ അത്യാവശ്യം ഒന്ന് ക്രാക്ക് ചെയ്യണം. അതിന് നമ്മൾ ആദ്യം ദൃഢനിശ്ചയം എടുക്കണം, സ്ഥിരത ഉണ്ടായിരിക്കണം, എന്നും പഠിക്കണം, കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. നമ്മുടെ ബുദ്ധിശക്തിക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ പഠിക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ കഴിവ് നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ ഞാൻ പെട്ടെന്ന് പഠിക്കും അങ്ങനെയൊന്നും ആരും കരുതേണ്ട കാര്യമില്ല. നമ്മുടെ കഴിവ് എന്താ, നമുക്ക് ഒരു സബ്ജക്റ്റ് എടുത്ത് നിങ്ങൾ അത് പഠിച്ചു എന്ന് നിങ്ങൾക്കറിയണം. നിങ്ങൾ അതൊരു പേപ്പർ എടുത്ത് വെച്ച് എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്കത് കിട്ടണം. അങ്ങനെ പഠിക്കണം. അപ്പം ബുദ്ധിശക്തി, നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ബുദ്ധിശക്തിക്കനുസരിച്ച് നിങ്ങൾ പഠിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സിലബസ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ചുമ്മാ കുറെ ചവറ് പോലെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കുറെ GK പഠിച്ചിട്ട് കാര്യമില്ല.
GK മാത്രമല്ല ഒരു സബ്ജക്ട്സും നമ്മൾ ഒരു സംഭവങ്ങളും സിലബസ് നോക്കാതെ കുറെ ചുമ്മാ ഒരു ഗൈഡ് വാങ്ങി വെച്ചിട്ടോ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഗൈഡ് വെച്ചിട്ടോ ഒന്നും വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ പറയുന്നു LDCയുടെ തന്നെ ഒരു ഗൈഡ് വാങ്ങി വെച്ച് നിങ്ങൾ അതിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന സിലബസ് പോലും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതൊന്നും നോക്കാതെ ഇത് LDCയുടെ ഗൈഡല്ലേ, അപ്പൊ LDCക്ക് ഇതിൻ്റെ അകത്തുനിന്നായിരിക്കുമല്ലോ വരിക എന്ന് കരുതി നമ്മൾ പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതൊന്നും അല്ല നമ്മൾ ഇതിൻ്റെ അകത്തേക്കുള്ള ഒരു PSC അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി ആവശ്യമാണെന്ന് കരുതി പഠിക്കുന്ന ഒരാൾക്കാരുടെ മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നും അതല്ല. വ്യക്തമായിട്ട് സിലബസ് മനസ്സിലാക്കണം. ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ആ പോർഷനിൽ നിന്ന് എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു അതിൻ്റെ അകത്ത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാത്സിന് അവർ 20 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ആ 20 മാർക്കിനും അവർ കുറച്ച് സബ്ജക്ട്സ് തന്നിട്ടുണ്ട്. അതിൽ ബോർഡ് മാസ് പെടും, ശരാശരി പെടും, ശതമാനം പെടും, സമയവും ദൂരവും, അതുകൂടാതെ മാനസിക ശേഷി രീതിയിൽ അങ്ങനെ രണ്ടായിട്ടാണ് 10 മാർക്കിന് 20 മാർക്ക്. ആ ഒരു പോർഷനിൽ നിന്നാണ് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അത് ചിലപ്പോൾ SCRT എന്നാവാം, ചിലപ്പം നമ്മുടെ അല്ലാതെ അവർ ക്വസ്റ്റ്യൻ ആയിട്ടിരുന്നായിരിക്കാം. അത് നമുക്ക് എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ അറിയത്തില്ല, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻസ് വരും. അതേപോലെ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്താണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഇന്ത്യൻ ചരിത്രം ഉണ്ട്. ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് കലാപങ്ങൾ ചോദിക്കും. അതുകൂടാതെ അങ്ങനെ കുറച്ച് പോർഷൻസ് ചോദിക്കുന്നുണ്ട്. ഞാൻ സിലബസ് എടുത്തു വെച്ചിട്ടല്ല പറയുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തപ്പൽ വന്നത്. അപ്പം അങ്ങനെ ഓരോ സംഭവങ്ങളും അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാക്കണം. ഓരോ പോർഷനിൽ നിന്ന് ഇത്രയാണ് ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഇത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ്. ഇന്ത്യൻ ചരിത്രം 5 മാർക്കിന്, കേരള ഹിസ്റ്ററി, ലോക്കൽ ഹിസ്റ്ററി ഇതെല്ലാം കൂടി 5 മാർക്കിന്, അങ്ങനെ ഓരോ സംഭവമായിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. അത് വ്യക്തമായിട്ടും മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ ഒരു പ്രിന്റ് എടുക്കുക. നമുക്കിപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള LDCയുടെ സിലബസുകളൊക്കെ കിട്ടും. ഇപ്പോൾ കറണ്ടായിട്ട് LDC 2025 നോട്ടിഫിക്കേഷൻ പോലും വരാത്തത് കൊണ്ട് അതിൻ്റെ സിലബസ് എന്തായാലും പബ്ലിഷ് ചെയ്തിട്ടില്ല PSC. എങ്കിലും നമുക്കിതിന് മുന്നേ നടന്ന LDCയുടെ ക്വസ്റ്റ്യൻസ് സിലബസ് കിട്ടും. ആ ഒരു സിലബസ് എടുത്ത് നിങ്ങൾ പ്രിന്റ് എടുത്തിട്ട് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ഗൈഡ് എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ ആ ഗൈഡിലും കറക്റ്റായിട്ട് സിലബസ് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ സാമഗ്രികൾ ഇപ്പോൾ ഒരു LDCക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനും എമൗണ്ട് വലിയ കാര്യമായിട്ട് മുടക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടം. ഇപ്പം നിങ്ങൾക്ക് ഫണ്ട് എടുത്ത് കുറെ ഗൈഡ്സും ബുക്സും സംഭവങ്ങളും ഒക്കെ മേടിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ആരെങ്കിലും തരാനുണ്ട്, നിങ്ങളതിങ്ങനെ മേടിച്ച് നിങ്ങളായിട്ട് പഠിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെയല്ല. ഏറ്റവും മിനിമലായിട്ട് ഫണ്ട് കുറച്ച് ഗൈഡൊക്കെ മാക്സിമം കുറച്ച്, അതിനൊന്നും ഫണ്ടില്ല, അതിനൊന്നും നമുക്ക് പറ്റില്ല. നമുക്ക് യൂട്യൂബിനെയോ അല്ലെങ്കിൽ മറ്റുള്ള ക്ലാസ്സുകളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരുപാട് ബുക്ക് നോട്ട്സ് അങ്ങനെയൊന്നും നമുക്ക് മേടിക്കാൻ സാഹചര്യം ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സാഹചര്യം എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങൾ അതിനുള്ള സംഭവങ്ങൾ കളക്ട് ചെയ്യുക. അത് കളക്ട് ചെയ്തിട്ട് അങ്ങനെ നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് കളക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറെടുക്കുക. നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ പഠിക്കാൻ തയ്യാറെടുത്ത് എല്ലാ സംഭവങ്ങളും ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിട്ടാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യ സംഭവങ്ങളൊക്കെ കാണും. അപ്പോൾ ഒരു ബുക്ക് 2, 3, 4, 5 ബുക്കും ഒരു പേനയും അത്യാവശ്യം ഒരു സ്കെയിൽ, കട്ടർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും വാങ്ങണം കേട്ടോ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ. അതെല്ലാം കരുതിയിട്ട് നിങ്ങൾ ഈ സംഭവത്തിലേക്ക് പഠിക്കാൻ തീരുമാനിച്ച് നിങ്ങൾ ഇറങ്ങുക. LDC എനിക്ക് നേടണം, LDC ഞാൻ നേടുമെന്ന് കരുതിയിട്ട് ഇറങ്ങുക. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ടൈം ടേബിൾ തയ്യാറാക്കുകയേ ചെയ്യരുത്. അതിൽ മിറാക്കിൾസ് ഒന്നുമില്ല. നമ്മൾ വർക്ക് ചെയ്യുക, പഠിക്കുക, കഷ്ടപ്പെടുക. LDC 2027 നേടുന്ന ദൃഢനിശ്ചയം എടുക്കുക. നിങ്ങൾക്കത് കഴിയും. അപ്പം കഷ്ടപ്പെടാൻ റെഡിയാണോ നിങ്ങൾക്ക് ജോലി കിട്ടും. കഷ്ടപ്പെടാൻ റെഡി ഇല്ല, ചുമ്മാ ആർക്കാണ്ടാർക്ക് വേണ്ടിയിട്ട് പഠിക്കുവോ അല്ലെങ്കിൽ കുറേ വീഡിയോസ് കണ്ട് അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക. പിന്നെ ഈ ഫോൺ എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷോർട്സ് കണ്ട് അത് കണ്ട് ഇത് കണ്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം ഫോൺ യൂസേജ് കുറയ്ക്കാൻ നോക്കുക.
ഫോൺ യൂസേജ് ബുക്കൊക്കെ വെച്ച് പഠിക്കാൻ നോക്കുക. ഇപ്പൊ ഫോണിൽ നോക്കി പഠിക്കുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഫോണിലൊക്കെ നോക്കി സാഹചര്യമില്ല, എനിക്ക് ജോലി വാങ്ങണം അതിന് വേണ്ടി പഠിച്ചേ വയ്യൂ എന്നൊക്കെ ആണെങ്കിൽ യൂട്യൂബ് നോക്കി പഠിക്കുന്നവരും അല്ലാതെ ഏതെങ്കിലും ഒരു ക്ലാസ് എടുത്ത് പഠിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ഫോൺ യൂസ് ചെയ്യാം. നിങ്ങളുടെ മൈൻഡ് ഡിസ്ട്രാക്ഷൻ ആകാത്ത രീതിയിലുള്ള പഠനം നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾക്കറിയായിരിക്കും നിങ്ങളുടെ മൈൻഡ് എങ്ങോട്ട് ഡിസ്ട്രാക്ട് ചെയ്യാൻ. ഇപ്പോൾ ഫോൺ എടുത്താൽ വേറെ ആരെങ്കിലും ഫോൺ വിളിച്ചു പോവുകയോ അല്ലെങ്കിൽ ഷോർട്സ് കാണുകയോ വേറെ എന്തെങ്കിലും കഥകൾ വായിക്കുന്നവരൊക്കെ ഉണ്ടാകും. നമുക്ക് പ്രതിലിപി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ തന്നെയുണ്ട്, അതിലൊക്കെ അഡിക്ഷൻ ആയിട്ടുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പം ഞാനും ഒരു ടൈമിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആവില്ല എന്നുള്ള ആൾക്കാരും നോക്കുക. അപ്പം മിറാക്കിൾസ് ഇല്ല, ടൈം ടേബിളും ഇല്ല, നിങ്ങൾ കഷ്ടപ്പെടാൻ റെഡിയാണെന്നുള്ള രീതിയിൽ ഇറങ്ങുക. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SCERT ചാപ്റ്റേഴ്സിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാകണം. 4ാമത്തെ സ്റ്റെപ്പ്, നമുക്ക് ഒരു സിലബസിനെ കുറിച്ചും ധാരണ ഉണ്ടാവണം. ഒരു 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള SCERT ചാപ്റ്റേഴ്സിനെ കുറിച്ചും നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകണം. അത് പഴയതും വേണം, പുതിയതും വേണം. ഈ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ എല്ലാവർക്കും അറിയായിരിക്കും SCERT ചാപ്റ്റേഴ്സ് മാറി. SCERT ടെക്സ്റ്റ് ബുക്കുകളൊക്കെ മാറിയിട്ടുണ്ട്, 5 മുതൽ 10 വരെ ഉള്ളത്. അപ്പം ഇപ്പം മാറിയതേ ഉള്ളത് കൊണ്ട് ചിലപ്പം അതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ പഴയതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാം. പുതിയതിൽ ഒരുപാട് കുറച്ച് കൂടുതൽ അപ്ഡേഷൻസ് ഉണ്ട്, അതിൽ നിന്നും ആകാം, പഴയതും ആകാം. അപ്പം നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയും കാണുകയും ചെയ്യുമ്പോൾ പഴയ ചാപ്റ്റേഴ്സിന്റെ വീഡിയോസും പുതിയ ചാപ്റ്റേഴ്സിന്റെ വീഡിയോസും കണ്ടിട്ട് നോട്ട് തയ്യാറാക്കുക. അല്ലെങ്കിൽ ഗൈഡ് വാങ്ങുന്നവരാണെങ്കിൽ പഴയ ഗൈഡ്സും പുതിയ ഗൈഡ്സും കയ്യിലുണ്ടാകണം. അപ്പൊ പഴയതും പുതിയതും പഠിക്കണം. ഇനി ഒരു 2 വർഷം, ഒരു 1.5-2 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഴയ പുസ്തകങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം. പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ അതൊന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പം നമുക്ക് നിൽക്കുന്നത്. അപ്പൊ പഴയതും പുതിയതും നമ്മൾ SCERT ചാപ്റ്റേഴ്സിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അതിന്റെ നോട്ട്സും നമ്മൾ കരുതാൻ ശ്രമിക്കണം. SCERTയുടെ നോട്ട്സിനെ കുറിച്ചോ ആ ചാപ്റ്ററുകളെ കുറിച്ചോ, അല്ലെങ്കിൽ SCERT പഠിക്കാതെ നമുക്ക് പ്രസ്താവന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം എഴുതാൻ പറ്റത്തില്ല. ഇപ്പോൾ കൂടുതലും പ്രസ്താവന ചോദ്യങ്ങളൊക്കെ GKയിൽ കണ്ടുവരുന്നതാണ്. അതുപോലെ മാത്സിലും ചോദിക്കുന്നുണ്ട്, ഇംഗ്ലീഷിലും ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് സ്കിപ്പ് ചെയ്താൽ നമ്മളൊരു ഗൈഡ് വെച്ച് പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുവാണെങ്കിൽ അവർ പറഞ്ഞു തരുമായിരിക്കും. എങ്കിലും SCERT ചാപ്റ്റേഴ്സ് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് പോലെ ആകണമെന്നില്ല. അപ്പൊ അങ്ങനെ SCERT ചാപ്റ്റേഴ്സിനെ കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഗൈഡ് മേടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഫണ്ടില്ല, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പ്രിപ്പയർ ചെയ്യുമല്ലോ. അപ്പൊ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. സമഗ്ര എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, നമ്മുടെ ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുത്താൽ മതി സമഗ്ര. അതിൻ്റെ അകത്ത് 5 മുതൽ 10 വരെയുള്ള ചാപ്റ്റേഴ്സിന്റെ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കയറി നോക്കിയാൽ നിങ്ങൾക്ക് ആ പുസ്തകങ്ങളൊക്കെ കിട്ടും. അങ്ങനെ വായിച്ചു നോക്കാം. ഫോണിൽ എന്തായാലും എല്ലാവരും തന്നെ ഇപ്പം പൈസയൊക്കെ കിട്ടുന്നുണ്ട്. വലിയ ഫോണുകൾ എത്ര ചീത്തയാണെങ്കിലും നമുക്ക് ഈ സംഭവങ്ങളൊക്കെ എടുക്കാം. എത്ര വില കുറഞ്ഞ ഫോണുകളാണെങ്കിലും ഈ സംഭവങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റും. അങ്ങനെ ചാപ്റ്റേഴ്സ് എടുക്കാവുന്നതാണ്. പൈസ ഇല്ല, ഗൈഡ് വാങ്ങാൻ പറ്റില്ല, ക്ലാസ്സുകളും അങ്ങനെ കേട്ടില്ല. നിങ്ങളായിട്ട് സെൽഫ് നോട്ടായിട്ട് എഴുതിയാലും മതി. ഇനി ഇപ്പൊ ചെയ്താൽ 2027ലേക്ക് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് അതിൽ നല്ല റാങ്കിൽ കയറാൻ പറ്റും. അടുത്തതെന്ന് പറഞ്ഞത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ് എന്നിവയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിയുമ്പോഴാണ് അത് മനസ്സിലാകുക. നമുക്ക് LDCയിൽ ഇംഗ്ലീഷിനും മാത്സിനും മലയാളത്തിനും കറണ്ട് അഫയേഴ്സിനും ഉള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. മലയാളത്തിന് 10 മാർക്കുണ്ട്, ഇംഗ്ലീഷിന് 20 മാർക്കുണ്ട്, മാത്സിന് 20 മാർക്കുണ്ട്, കറണ്ട് അഫയേഴ്സിന് 10 മാർക്കുണ്ട്. അപ്പം നോക്കിക്കേ, 60 മാർക്കോളം നമുക്ക് പോകുന്നത് ഇത്രയും വിഷയങ്ങൾക്ക്. അപ്പൊ GK ഒരു പോർഷൻ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് 40 മാർക്കേ കിട്ടുള്ളൂ. 40 മാർക്കും കൊണ്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ പോലും കയറാൻ പറ്റത്തില്ല. അപ്പൊ ഇംഗ്ലീഷും മാത്സും മലയാളവും കറണ്ട് അഫയേഴ്സും സ്കിപ്പ് ചെയ്യാതെ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. മാത്സ് ചെയ്ത് തന്നെ പഠിക്കുക. ഇംഗ്ലീഷും വർക്കൗട്ട്
ഇംഗ്ലീഷൊക്കെ ഭയങ്കര ടഫായിട്ടുള്ളവരുണ്ട്, മാത്സ് ഭയങ്കര ടഫായിട്ടുണ്ട്. നിങ്ങളുടെ സബ്ജക്ട് ഏതാണോ ടഫ് ഉള്ളത് അതിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിക്കുക. മലയാളവും അങ്ങനെ തന്നെ, പദപരിചയം, ഓപ്പോസിറ്റ്സ്, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്, അതൊക്കെ പഠിക്കുക. കറണ്ട് അഫേഴ്സ്, നമ്മളെല്ലാ കറണ്ട് അഫേഴ്സും ഇപ്പൊ 2027 22 23 അല്ല 2023 24 25 26 ഈ 4 വർഷത്തെ കറണ്ട് അഫേഴ്സും നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇനി വരുന്ന ദിവസങ്ങളിൽ ന്യൂസ് കാണാൻ ശ്രദ്ധിക്കുക. എല്ലാ കാര്യത്തിനെ കുറിച്ചും പൊതുബോധം ഉണ്ടായിരിക്കുക. അപ്പൊ കുറെ കറണ്ട് അഫേഴ്സ് നമുക്ക് കിട്ടും. അപ്പൊ ഒരു പൊതുബോധം, ഇതുവരെ നിങ്ങൾ ന്യൂസ് വായിക്കില്ല, ന്യൂസ് കേൾക്കില്ല, അങ്ങനെയൊക്കെ ഇതുവരെ ഉള്ളത് പോട്ടെ, ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ ന്യൂസ് കാണാനും ഇതിനും ഒക്കെ സമയം കണ്ടെത്തണം. നിങ്ങൾക്ക് പൊതുബോധം ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഉടനെ തന്നെ പുതിയ നിയമസഭ നിലവിൽ വരും. അതിന്റെ എല്ലാ കേസുകളും നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിരിക്കണം. പുതിയ മുഖ്യമന്ത്രി ആര്, ഓരോ സ്ഥാനത്തിന്റെ മന്ത്രിമാരാരൊക്കെയാണ്, അങ്ങനെ അങ്ങനെ എല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇനി ആറാമതായിട്ട്, നിങ്ങൾ കുറച്ച് പഠിച്ചൊക്കെ കഴിഞ്ഞ് ഇതിനെക്കുറിച്ചൊക്കെ ധാരണയുണ്ടായി കുറച്ചൊക്കെ നിങ്ങൾ എടുത്ത് പഠിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളൊരു 10th ലെവൽ മെയിൻസിന്റെ PYQ എടുത്ത് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് തലയിൽ കയറുന്നുണ്ടോ, നിങ്ങൾക്ക് മാർക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതിന് PYQ, അതിനൊരു OMR ഷീറ്റ് യൂസ് ചെയ്യുക തന്നെ വേണം. OMR ഷീറ്റിന് വലിയ വിലയൊന്നും ആവില്ല. 100 രൂപയിൽ താഴെ വരെ OMR ഷീറ്റ് ഓൺലൈനിൽ കിട്ടുന്നതുമുണ്ട്, അല്ലാതെ പുറത്ത് കടകളിൽ കിട്ടുന്നതുമുണ്ട്. അത് നിങ്ങൾ ഒരു OMR ഷീറ്റ്, എത്ര പൈസ ഇല്ലാത്തവരാണെങ്കിലും നിങ്ങൾ ഗവൺമെന്റ് ജോലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു OMR ഷീറ്റ് എടുത്ത് തന്നെ വർക്കൗട്ട് ചെയ്ത് പഠിക്കണം, എന്നാലേ കാര്യമുള്ളൂ. OMR ഷീറ്റ് എടുത്ത് വർക്കൗട്ട് ചെയ്യാതെ നിങ്ങൾ പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ഹോളിൽ കയറി പരീക്ഷയ്ക്ക് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരുപാട് മിസ്റ്റേക്ക് വരും. അപ്പം നമ്മൾ നന്നായി പഠിച്ചിട്ടും വർക്കൗട്ട് ചെയ്തിട്ടും കഷ്ടപ്പെട്ടിട്ടും ഒന്നും, എന്തുകൊണ്ട് എല്ലാ മെത്തേഡ്സും, ഈ പറയുന്ന മെത്തേഡ്സ് എല്ലാം ഞാൻ ഫോളോ ചെയ്തു, എന്തുകൊണ്ട് എനിക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റിയില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ചോദിക്കുന്ന ആൾക്കാർക്കുള്ളതാണ്. നിങ്ങൾ വ്യക്തമായി OMR ഷീറ്റ് മാർക്ക് ചെയ്ത് ടൈം അനുസരിച്ച് OMR ഷീറ്റ് വർക്കൗട്ട് ചെയ്ത് മാത്സിനും ഇംഗ്ലീഷിനും ഒക്കെ സെപ്പറേറ്റ് ടൈം കണ്ടെത്തി ചെയ്ത് തന്നെ പഠിക്കണം. എങ്കിലേ നമുക്ക് സമയത്ത് ചെയ്ത് തീർക്കാനും തെറ്റാതെ ചെയ്യാനും അതിന്റെ കോൺഫിഡൻസും, മാർക്ക് കൂടുമ്പോൾ ഉള്ള കോൺഫിഡൻസും കൊണ്ട് വരുന്ന സംഭവം എല്ലാം കിട്ടത്തുള്ളൂ. അപ്പോൾ OMR ഷീറ്റ് വെച്ച് തന്നെ പഠിക്കണം. അതിനൊപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് അതിൻ്റെ അകത്ത് ഹോട്ട് ടോപ്പിക്സ് കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം. ഹോട്ട് ടോപ്പിക്സ് അറിയത്തില്ലാതെ അതിൻ്റെ അകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസിൻ്റെയാണ് നമ്മൾ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഹോട്ട് ടോപ്പിക്സുകൾ കണ്ടെത്തി തന്നെ പഠിക്കണം. അത് തന്നെ തറവ് ചെയ്താൽ നിങ്ങൾക്ക് ആ മാർക്കൊക്കെ കിട്ടും. അപ്പോൾ ഹോട്ട് ടോപ്പിക്സും കണ്ടുപിടിക്കണം. ഒരു PYQ ചുമ്മാ ചെയ്യരുത്. ഒരു PYQ നിങ്ങൾ ചെയ്യുമ്പോൾ ആ PYQന്റെ 100ൽ 100 മാർക്കും കിട്ടുന്നത് വരെ അത് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും, നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ അറിയത്തില്ലെങ്കിൽ ആൻസർ അറിയില്ല എന്നും, ആൻസർ പഠിച്ചിരുന്നതാണ് പക്ഷെ തെറ്റിപ്പോയി, അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് പ്രാവീണ്യം നേടിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്കത് തറവായില്ല എന്ന് കരുതി വീണ്ടും വീണ്ടും പഠിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, അനലൈസ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഓപ്ഷൻസ് സഹിതം പഠിക്കുമ്പോൾ കുറെ പോർഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതും ഞാൻ ചെയ്തിട്ടുണ്ട്. PYQ ഉപയോഗിച്ച് സിലബസ് കവർ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയും ചെയ്യാം. നമുക്ക് സിലബസ് കവർ ചെയ്യാൻ എളുപ്പമുണ്ടാവും. അതിനും താല്പര്യമുള്ളവർ അങ്ങനെയും നോക്കുക. പിന്നെ എല്ലാ ആഴ്ചയും 2 ദിവസം റിവിഷന് വേണ്ടി 7ാമത്തെ സ്റ്റെപ്പാണ്. എല്ലാ ആഴ്ചയും 2 ദിവസം ശനിയും ഞായറും നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വെക്കുക. പഠിച്ച പോർഷൻസ് ഡെയിലി വായിച്ചു പോകാൻ സമയമുണ്ടെങ്കിൽ വായിക്കുക. അതിന് ഒരു ഇന്ന ദിവസം ഇന്ന കാര്യങ്ങളാണ് ഞാൻ പഠിച്ചത് എന്ന് ഒന്ന് ബുക്കിൽ എഴുതി വെക്കുക. എന്നിട്ട് റിവിഷനും ഒരു പേപ്പർ എടുത്തിട്ട് ഇന്നിപ്പം നിങ്ങൾ കുറെ പഠിക്കാൻ ഉദ്ദേശിച്ച ഭാഗം പഠിച്ചിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിൽ ആ പോർഷൻസ് ഒന്നോടെ റിമൈൻഡ് ചെയ്ത് വായിച്ചു പോകുക. എത്ര റിവിഷൻ ചെയ്യുന്നത് അത്രയേ നിങ്ങൾക്ക് തറവാകത്തുള്ളൂ. അല്ലാതെ ചുമ്മാ നമുക്ക് തറവാകത്തില്ല. നമ്മൾ ഇപ്പോൾ ഒന്ന് പഠിച്ചു അതവിടെ ഇട്ടിട്ട് വേറെ വേറെ സബ്ജക്ട്സ് പഠിച്ചു പോയാൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടില്ല. നിങ്ങൾ എത്ര തവണ റിവിഷൻ ചെയ്യുന്നു, എത്ര തവണ വർക്കൗട്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ച് PYQ വർക്കൗട്ട് ചെയ്യുന്നു, റിവിഷൻ എത്ര തവണ ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് അത് പരീക്ഷ ഹോളിൽ അതിന്റെ മാർക്ക് ഉറപ്പിക്കാം.
പിന്നെ എല്ലാ ആഴ്ചയും പഠിക്കുന്ന ഭാഗത്തെ പ്രസ്താവന ക്വസ്റ്റ്യൻസും മാതൃകാ ചോദ്യങ്ങളും ഒക്കെ യൂട്യൂബിലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. അതെല്ലാം കണ്ടെത്തി പഠിക്കുക. ഓരോ ചാപ്റ്റേഴ്സ് അടിച്ചു നോക്കുക, അല്ലെങ്കിൽ ഓരോ പോർഷൻസ് അടിച്ചു നോക്കുക. അപ്പൊ അങ്ങനെ അടിച്ചു നോക്കുമ്പോൾ വീഡിയോസ് ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അങ്ങനെയുള്ളത് ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങളുടെ കയ്യിലില്ല, നിങ്ങൾക്ക് അറിയില്ലാത്തതാണ്, അതിൻ്റെ അകത്തുണ്ട്, ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ് ആണ് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതും നോട്ട് ചെയ്ത് വെക്കുക, അതും പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് കഴിയും, എട്ടാമത്തേന് അതിന് കഷ്ടപ്പെടാൻ റെഡിയാവുക. നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ സ്വയം വിശ്വസിക്കുക. അതാണ് എട്ടാമത്തെ സ്റ്റെപ്പ്. നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ വിശ്വസിച്ചില്ലെങ്കിൽ വേറെ ആരും വിശ്വസിക്കില്ല. നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി, സത്യം പറഞ്ഞ ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ട് PSCക്ക് പഠിക്കാൻ ഇറങ്ങുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടം പോലെ പുച്ഛടി കിട്ടുന്നുണ്ട്. നാട്ടുകാരുടെ വക, കുടുംബക്കാരുടെ വക, ചിലപ്പോൾ വീട്ടിനുള്ളിൽ നിന്ന് തന്നെ അങ്ങനെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഇവർക്കൊക്കെ കൊടുക്കാനുള്ള മറുപടി നിങ്ങൾ ഒരു റാങ്ക് ലിസ്റ്റിൽ വന്ന് നിങ്ങൾ ജോലി നേടി കഴിയുമ്പോഴാണ്. അപ്പൊ അവര് പറയും, നീ നേടിയില്ലേ. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒത്തൊരു പവർ, അത് അന്നേരം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല, അത്രയും നിങ്ങൾക്ക് വിലയുണ്ടാകും. വിലയിൽ അധികം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പവർ. ഞാൻ സെൽഫ്ലി ഇൻഡിപെൻഡൻ്റ് ആയി, എന്നെ കൊണ്ട് പറ്റി, ഞാൻ നേടി, ഇപ്പം ആൾക്കാർ അന്ന് പറഞ്ഞവർക്കൊക്കെ എനിക്ക് തിരിച്ചടി കൊട്ടാൻ, അതാണ് നിങ്ങളുടെ റിവഞ്ച്. അത് ഓരോരുത്തർ പറയുന്നത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് റിവഞ്ചിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക. നിങ്ങളുടെ റിവഞ്ച് എല്ലാം നിങ്ങൾ കാണിക്കേണ്ടത് നിങ്ങൾ പഠിക്കുന്നതിലാണ്, നിങ്ങളുടെ പഠിത്തത്തിലാണ്, നിങ്ങളുടെ മാർക്കിലാണ്, നിങ്ങളുടെ റിസൾട്ടിലാണ്. നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ കയറി കഴിയുമ്പോഴാണ് നിങ്ങൾ ഇവർക്കൊക്കെ മറുപടി കൊടുക്കുന്നത്. അപ്പൊ ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. LDC 2027 നേടണമെന്ന് വിചാരിച്ച് പഠിക്കുന്ന എല്ലാവർക്കും കിട്ടും. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. കഷ്ടപ്പെടണം ശരിക്കും. നാളെ മുതൽ, നാളെ കഴിഞ്ഞ് അങ്ങനെയൊന്നുമില്ല, ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങൾ കഷ്ടപ്പെടാൻ റെഡിയാകുക. ഞാൻ പറഞ്ഞ മെത്തേഡ്സ് ഒക്കെ നോക്കുക. നിങ്ങൾക്ക് LDC 2027 ആദ്യത്തെ 100 തന്നെ, ചിലപ്പോൾ 50, നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് കിട്ടിയിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാല്ലേ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ആദ്യമായിട്ട് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന് കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. ഞാൻ തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ